ഹലോ ഡിയേഴ്സ്, അങ്ങനെ 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പോവാണ്. ജൂൺ 3-ന് 8ാം ക്ലാസ്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ഈ ഒരു അധ്യയന വർഷം ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ളതൊക്കെ ഗ്രേഡ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളാണ്. എന്നാൽ 8ാം ക്ലാസ് മുതൽ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആണ് നമുക്ക് എഴുതാനുള്ളത്. ഓരോ വിഷയങ്ങൾക്കും 40 മാർക്കിന്റെ എക്സാംസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ബേസിക് സയൻസ് എന്നുള്ള സബ്ജക്റ്റിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ 3 സബ്ജക്റ്റുകളായിട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. ബേസിക് സയൻസിന് 60 മാർക്കാണ് ടോട്ടൽ. അതായത് 20 മാർക്ക് ഫിസിക്സ്, 20 മാർക്ക് കെമിസ്ട്രി, 20 മാർക്ക് ബയോളജി. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും 40 മാർക്കിന്റെ പരീക്ഷകളാണ് മക്കൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം A+ നേടാൻ നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? കാരണം ഈ ഒരു അധ്യയന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ A+ നേടണമെങ്കിൽ 8ാം ക്ലാസ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 8ാം ക്ലാസ്സിൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടാൻ കഴിയുക എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ബുധനാഴ്ച നമുക്കൊരു വെബിനാർ ഉണ്ട്. അതായത് മെയ് 29-ന് വൈകുന്നേരം കൃത്യം 8 മണിക്കാണ് നമ്മുടെ വെബിനാർ. എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക. കൃത്യസമയത്ത് തന്നെ വെബിനാർ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ 8ാം ക്ലാസ്സിലേക്ക് വരുന്ന ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറയുക. ഏറ്റവും അടിപൊളിയായി പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വിഷയങ്ങളിലും A+ ഉറപ്പിക്കാം.